ഹായ് സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ബസൂക്ക അങ്ങനെ ബസൂക്ക മൂന്നാം ദിവസത്തിലേക്കാണ്. 2 ദിവസത്തെ ബസൂക്ക സിനിമയുടെ കളക്ഷനും അതോടൊപ്പം തന്നെ ഹോളിവുഡിൽ നിന്നുള്ള പ്രേക്ഷകരുടെ ഒരു അഭിപ്രായമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ റിയാക്ഷൻ. അതോടൊപ്പം ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം മമ്മൂക്കായെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടുള്ളൊരു പരാമർശം നടത്തിയിട്ടുള്ള മോഹൻലാൽ ഫാൻസിലുള്ള ഒരുത്തൻ്റെ വീഡിയോ ആണ് ചെയ്തത്. ആ വീഡിയോ ചെയ്ത് ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പറഞ്ഞ ആളെന്നെ വിളിച്ചിട്ട് ആദ്യം വലിയ ഞെട്ടിക്കുന്ന ഒരു സംഭവമൊക്കെയാണ് പറഞ്ഞത്. ഞാനപ്പോൾ അതിനുള്ള മറുപടിയും കൊടുത്തു. അതിനുശേഷം വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ എൻ്റെ ഫോട്ടോ മാറ്റണം ചേട്ടാ, എനിക്ക് ഫാമിലി ഉണ്ട്, അവരുണ്ട് ഇവരുണ്ട് മറ്റവരുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള ഒരു കരച്ചിലൊക്കെ വന്നപ്പോഴത്തേക്ക് എൻ്റെ മാന്യതയ്ക്ക് ഞാൻ എൻ്റെ ഫോട്ടോ ഞാൻ മാസ്ക് ചെയ്തിട്ടുണ്ട്. വീഡിയോ ചെയ്തതിൻ്റെ താഴെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് കമൻറ്റ് ഇട്ടിരുന്നു. അതായത് ഇപ്പോഴും എമ്പുരാൻ 200 സെൻറ്ററുകളിൽ കളിക്കുന്നുണ്ടെന്നുള്ളത്. ശരിക്കും ഞാൻ നിങ്ങളിപ്പോൾ ഈ കാണിക്കുന്നത് ബുക്ക് മൈ ഷോയിൽ നമ്മുടെ ആശീർവാദ് സിനിമാസിൻ്റെ കാണിക്കുന്നത്. ബസൂക്ക ഇവിടെ എല്ലാം 4 ഷോ കളിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബുക്കിങ്ങും സിനിമയ്ക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഓൾ കേരള വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ ഇപ്പോൾ എത്ര സെൻറ്ററിൽ കളിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഇന്ന് ശനിയാഴ്ചയാണ്, ഇന്ന് നല്ല ബുക്കിംഗ് ആണ് സിനിമയ്ക്ക്. ആദ്യ ദിനം ബസൂക്ക കേരളത്തിൽ നിന്ന് നേടിയതാണ്ട് 3,25,00,000 രൂപയാണ്. വേൾഡ് വൈഡ് 7 കോടിയോളം രൂപയാണ് സിനിമ നേടിയിരിക്കുന്നത്. രണ്ടാം ദിവസം 2.5 കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് മാത്രം നേടിയിരിക്കുന്നത്. ടോട്ടൽ 2 ദിവസം കൊണ്ട് സിനിമ നേടിയിരിക്കുന്നത് 11 കോടിയോളം രൂപയാണ്. അത് നല്ലൊരു കളക്ഷൻ തന്നെയാണ്. കാരണം ഒരു ഹൈപ്പോ ഒരു തള്ളലോ ഒന്നും ഇല്ലാതെയാണ് ഈ സിനിമ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. സിനിമ കണ്ട് മൗത്ത് പബ്ലിസിറ്റിയിലാണ് ഇപ്പോൾ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരുന്നത്. കാരണം ഇതിനകത്ത് പറയാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം ഇതിനകത്ത് ഒരു 25 മിനിറ്റ് മമ്മൂക്ക എന്ന് പറയുന്ന നടൻ്റെ ഒരു അഴിഞ്ഞാട്ടം എന്ന് പറയാം. കാരണം ഇന്നേ വരെ നമ്മൾ മലയാള സിനിമയിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കിടിലൻ മാസ്മരിക പ്രകടനം തന്നെയായിരുന്നു ആ ഒരു 20 മിനിറ്റ് മമ്മൂക്ക ഈ സിനിമയെ കാണിക്കുക. ആ ഒരു 20 മിനിറ്റ് ഈ സിനിമ നമുക്ക് വെറുത്താണ്. അതായത് നമ്മൾ കൊടുത്ത കാശ് നമുക്ക് മുതലാണെന്നുള്ള. എന്തായാലും മലയാളത്തിൽ ഇന്നേ വരെ നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു പുതുമയുള്ള ഒരു സിനിമയാണ് ബസൂക്ക. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഇപ്പം സിനിമ ഏറ്റെടുക്കുന്നതിൻ്റെ ഒരു ഇത് തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെ വന്നിട്ട് കമൻ്റ് ഇടുന്ന ആൾക്കാരൊക്കെ അവിടെ നിന്നുകൊണ്ട് മോങ്ങി കരയട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും നമുക്ക് ഹോളിവുഡിൽ നിന്നുള്ള ഒരു റെസ്പോൺസ് ഉണ്ട് പ്രേക്ഷകരുടെ. അതൊന്ന് കേട്ടു നോക്കാം. बहुत अच्छी थी, थ्रिलर है, काफी एक्शन है उसमें। क्या बोलना चाहोगे साउथ की मूवीज के बारे में? साउथ की मूवीज तो अच्छी होती हैं, उसमें एक्शन वगैरह काफी ज्यादा होता है, तो मजा ही आता है साउथ की मूवीज देख के। तो रियलिस्टिक लगता है एक्शन, हाँ अच्छा लगता है। मतलब जैसे बॉलीवुड की मूवीज होती है उनमें कुछ इतना खास होता नहीं है, पर साउथ की मूवीज काफी अच्छी होती है। थ्रिलर जो दिखाया गया उसके बारे में आप बताओगे? बहुत ही अच्छा है जो दिखाया गया है। एंड इसके अंदर एक्टर मेमूटी भी है, उनके बारे में क्या बोलना चाहोगे जिन्होंने ऑलरेडी बहुत सारी फिल्में करी? हाँ जी, उनका तो मतलब बहुत ही अच्छा है। पहले भी उन्होंने बहुत सारी मूवीज में अच्छी एक्टिंग कर रखी है, इस वाली मूवी में भी उन्होंने काफी अच्छा रोल किया हुआ है। तो उनकी एक्टिंग ज्यादा अच्छी लगती है? एक्शन ज्यादा अच्छा लगता है। एक्टिंग भी अच्छी है बट एक्शन ज्यादा अच्छा लगता है। क्या लग रहा है मूवी हिट जाएगी या नहीं? हाँ मेरे हिसाब से तो बहुत अच्छी जाएगी मूवी। कितना रेट करोगे आप आउट ऑफ 5? आउट ऑफ 5 मैं 4.5 रेट करूंगी। अभी आप लोग बज़ूका मूवी देख कर आए हो, कैसी लगी? बढ़िया रहेगी, बहुत अच्छी थी, बहुत एक्शन था, बहुत थ्रिल था, मजा आया? हाँ बहुत मजा, बहुत अच्छी थी, बहुत अच्छी मूवी थी, काफी एक्शन थ्रिल ज्यादा था उसमें, बहुत सही। थ्रिलर अच्छा था? हाँ अच्छा, कितना रेट करोगे आउट ऑफ 5? 4.5 5 4। अभी आप लोग कौन सी मूवी देख कर आए हो? बज़ूका मूवी देख कर आए हैं। कैसी लगी? बहुत अच्छी। आपको कैसी लगी? बहुत अच्छी लगी, लाइक उसमें सस्पेंस है, थ्रिल है, अच्छी लगी। साउथ की मूवीज के बारे में क्या बोलो? मेमूटी जी इसके अंदर एक्टिंग कर रहे हैं, वो कैसी लग रही है? वो तो अच्छे एक्टर है ऑफ कोर्स, उनकी मूवी पे तो अच्छी है। उनका क्या ज्यादा अच्छा लगता ഹോളിവുഡിൽ നമ്മുടെ മമ്മൂക്കയുടെ ആ ഒരു സ്റ്റൈലിഷ് കഥാപാത്രം അങ്ങ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള ഈ ഒരു പബ്ലിക് റെസ്പോൺസിൽ നിന്നും മനസ്സിലാകുന്നത്. എന്താണേലും ബസൂക്ക മൂന്നാം ദിവസത്തിലേക്ക് കയറുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള ഒരു ബുക്കിംഗ് ഈ സിനിമയ്ക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റിലീസ് ചെയ്തിട്ടുള്ള മറ്റു 2 സിനിമകളാണ്. ഒന്ന് നെസ്ലിൻ നായകനായിട്ട് എത്തിയിട്ടുള്ള ആലപ്പുഴ ജിംഖാന, ബേസിൽ ജോസഫിൻ്റെ മരണമാസം. ഈ 2 സിനിമകളും ഞാൻ കണ്ടു. ആലപ്പുഴ ജിംഖാനയുടെ ഒപ്പീനിയൻ നമ്മൾ പറഞ്ഞതാണ്. മരണമാസ് കോമഡി ജോണറിലാണ് ആ സിനിമ വന്നിരിക്കുന്നത്. നമ്മുടെ ടൊവിനോ തോമസ് ആണ് അതിൻ്റെ പ്രൊഡ്യൂസർ. സീനിൽ ടൊവിനോയെ കാണിക്കുന്നുണ്ട്. ഫുൾ ടൈം ഒരു എൻ്റർടൈനർ കോമഡി ഇതിലാണ് ആ സിനിമ വരുന്നത്. പക്ഷേ പല സ്ഥലത്തും നമുക്കൊരു കോമഡി അത്ര അങ്ങോട്ട് വർക്കൗട്ട് ആകാത്ത രീതിയിൽ തോന്നി. ചില കോമഡികളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചിരിക്കാം. ഇതിനകത്ത് എനിക്കൊന്ന് സുരേഷ് കൃഷ്ണയുടെ കാര്യം എടുത്തു പറഞ്ഞു. കാരണം സുരേഷ് കൃഷ്ണ നല്ലൊരു പെർഫോമൻസ് ഈ സിനിമയ്ക്ക് ചോദിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ ഒരു ഫൺ മൂവിയായിട്ടാണ് മരണമാസം എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിലേക്ക് എത്തി. എന്തായാലും ബസൂക്ക 2 ദിവസം കൊണ്ട് 11 കോടിയോളം രൂപയാണ് നേടിയിരിക്കുന്നത്. വരും ദിവസങ്ങൾ ഇനിയിപ്പോൾ അവധി ദിവസങ്ങളും അതുപോലെ തന്നെ പല വിശേഷ ദിവസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കുടുംബ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കാനായിട്ടുള്ള
എല്ലാ ചേരുവകളും ചേർത്തിട്ടുള്ള ഒരു ഫാമിലി എൻ്റർടൈനർ സിനിമ തന്നെയാണ് ബസൂക്ക. ബസൂക്കയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 20 മിനിറ്റ് നമ്മളെ അത് ഞെട്ടിക്കും, അതിനകത്ത് ഒരു സംശയമില്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും